ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയിച്ച എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടായിരുന്നോ? നല്ല അടിപൊളി ഒരു റെസിപ്പിയാണത്. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം വെജിറ്റബിളിൻ്റെ എല്ലാം വില ഞാൻ റേച്ചറോട് ചോദിച്ചില്ലേ. അപ്പം മായൊക്കെ ചെന്ന് പറഞ്ഞു, പാവ റേച്ച വെജിറ്റബിൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നേ പോരാ, അതിൻ്റെ എല്ലാം വില ചോദിച്ചു. ഞാനത് ആദ്യമേ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ വില ഞാൻ പറയാമെന്ന്. അത് നിങ്ങൾക്കൂടെ അറിയാൻ വേണ്ടി റേച്ച ഹോളി ഇരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉറക്കെ ചോദിച്ചു. ഞാൻ കിച്ചണിലുമായിരുന്നു, റേച്ച അവിടെയായിരുന്നു. അതുകൊണ്ടാണ് എല്ലാത്തിനും എന്തോ ഞാൻ കൂടെ പോയില്ല. എന്തോ വിലയാന്ന് ചോദിച്ചാലല്ല എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. അപ്പം പിന്നെ പച്ചക്കറിക്കൊക്കെ വിലയായി. ഇപ്പം നേരത്തെയൊക്കെ അര കിലോ 20 രൂപയും 15 ഒക്കെ ആയിരുന്നു. ഇപ്പം പച്ചക്കറികളില്ല അങ്ങനെ. എല്ലാത്തിനും വില. എന്തിനാ വില ഇല്ലാത്തതെന്ന് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ നിസ്സാരമായിട്ടിടുന്ന ടൊമാറ്റോ ചട്നി ഉണ്ടല്ലേ, അതിൻ്റെ റെസിപ്പി 2 പേര് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് എങ്ങനെ ചെയ്യുന്നതെന്ന്. പിന്നെ വിശദമായിട്ട് ഒന്നുകൂടെ പറയാം. ഞാൻ ചില സമയത്ത് ഉള്ളിയൊക്കെ ചേർത്ത് ചെയ്യും, ചില സമയത്ത് ഉള്ളിയൊന്നും ചേർക്കത്തില്ല, ടൊമാറ്റോ മാത്രം ചേർക്കും. ഉള്ളിയും കൂടെ ഒക്കെ ചേർത്തല്ല ഇച്ചിരി ടേസ്റ്റ് വരുന്നത്. അപ്പം അതിവിടെ ചപ്പാത്തിക്ക് പോൾമോന് ഭയങ്കര ഇഷ്ടമാണ്. പ്രൈസന് അത്ര ഇഷ്ടമല്ല. പ്രൈസന് ചിലതൊന്നും അങ്ങനെ പിടിക്കത്തേ ഇല്ല. പ്രൈസന് പരീക്ഷ ഇന്ന് തുടങ്ങി. പക്ഷേ ആൾക്കൊരു കോൾഡും ഒരു വല്ലാതൊക്കെ ഇരിക്കുക. ചൂട് വിയർപ്പ് താഴ്ന്നതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ കൊച്ചുങ്ങൾ സ്റ്റാർട്ടിങ് ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മുടെയാണ്. 1 മണിക്കൂർ ആ ബസ്സിൽ ഇരുന്ന് ഇങ്ങനെ പുകഞ്ഞ് പുള്ളി ഇരിക്കുമല്ലേ കൊച്ചുങ്ങൾ വിയർത്ത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. മല്ലിയിലയും സവാളയും പച്ചമുളകൊന്ന് അരിഞ്ഞെടുക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതേ പുക ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇച്ചിരി മല്ലിയിലയൊക്കെ ഇന്നലെ കൊണ്ടുവന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ മിക്കവാറും കൂടെ മല്ലിയില അങ്ങനെ സ്റ്റോക്ക് കാണത്തില്ല. അപ്പോൾ ഇതിലേക്ക് സവാളയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അടുക്കളയിൽ വന്ന് ഒരാൾ നോക്കിയപ്പം പോൾമോൻ പറഞ്ഞ് അവന് വേണ്ടാന്ന് ആദ്യം പറഞ്ഞ് അവരുടെ സേവ് ഉണ്ടതുകൊണ്ട് അവന് സേവ് ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാൻ ഇഷ്ടം. മറ്റേ ചെറുക്കന് അതും വേണ്ട. ഞാൻ പറഞ്ഞു, എടാ ഞാൻ പിന്നെ എന്തും ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക്? ഇപ്പോൾ അതുണ്ടാക്കി ദോശ വേണ്ട, ഇഡ്ഡലി വേണ്ട. ചില സമയത്തെങ്ങാണം വേണ്ടെന്ന് പറഞ്ഞിട്ടും ചിലപ്പം ദോശ ഇഡ്ഡലി ഇപ്പം ചമ്മന്തി എങ്ങാണം ഉണ്ടെങ്കിൽ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ താന്ന് പറയും. ഇത് നിങ്ങൾ ആരംഭത്തിൽ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കും. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇത് മിക്സ് ചെയ്തിട്ട് ഞാൻ പഞ്ചസാരയും നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പം ഈ മല്ലിയിലയും കൂടെ ഒക്കെ ഈ പുകയ്ക്ക് ഈ മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടെയൊക്കെ ചേർത്തത് കൊണ്ട് ഇന്ന് പോൾ പറഞ്ഞു, ഇന്നത്തെ പുക നല്ലതായിരുന്നു മമ്മി എന്ന് പറഞ്ഞ്. അവൻ പറയുന്നത് ഉള്ളതുപോലെ പറയുന്നത് കൊണ്ട് എനിക്കപ്പോൾ ഒരു എനിക്കല്ലെങ്കിലും മല്ലിയില വേണമെന്നൊന്നുമില്ല. എനിക്ക് ആ കപ്പലണ്ടി ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ പിള്ളേർക്ക് അതും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ കപ്പലണ്ടി വറുത്തിട്ട് പിന്നെ കോരി എടുത്തിട്ട് കുറച്ച് പേരിന് വേണ്ടി അത് ഇടുന്നത്. എനിക്ക് ഈ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ബിരിയാണിയൊക്കെ കഴിക്കുവാണെങ്കിലും ഇത്തിരി കിസ്മിസോ അണ്ടിപ്പരിപ്പോ ഒക്കെ ഇടയ്ക്ക് കടിക്കുന്നത് ഇഷ്ടമാണ്. അതിവിടെ ഇങ്ങനെയുള്ള പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല. ഇവിടുത്തെ പിള്ളേരെന്നല്ല മിക്ക ആൾക്കാരുടെ അടുത്ത് പറയുമ്പോഴും അവർ പറയും അവരുടെ വീട്ടിലും ഇതേ അനുഭവമാണ്. അപ്പം ഞാൻ കപ്പലണ്ടി കുറച്ച് ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ ബാക്കി ഞാൻ ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം എനിക്കും റീച്ചാനൊക്കെ ഇത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് സെപ്പറേറ്റ് കുറച്ചുകൂടി ഇടും. ഞങ്ങളുടെ ചർച്ചിലുണ്ടല്ലേ ഇതിൻ്റെ ഈ പോഹയ്ക്കകത്ത് ടൊമാറ്റോ സോസ് ഒഴിച്ച് പിള്ളേർ കഴിക്കും. അപ്പോൾ അത് കണ്ടിട്ട് വന്ന് ഇവിടെ ഇവന്മാർ ടൊമാറ്റോ സോസ് കൂട്ടി ഒഴിക്കും. അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ ടേബിളെ ടൊമാറ്റോ സോസൊക്കെ. അപ്പം പിള്ളേരൊക്കെ
അത് ഇട്ട് കഴിക്കുമ്പോൾ അവർക്കത് ഇഷ്ടമാണ്. ഇതിപ്പോൾ വെച്ചാൽ ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറിക്കകത്ത ഉലുവായിലയാണ്. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചില്ല, ഫ്രിഡ്ജിൽ സ്ഥലവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇച്ചിരി വെള്ളം കുടഞ്ഞ് വെച്ചിരുന്നു. അപ്പോൾ അന്നേരം അത് ഫ്രഷായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അതിനി ഒന്ന് കഴുകാനായിട്ടൊക്കെ വെക്കണം. ഒരു മെനക്കേട് പരിപാടിയാണ് ഇത്. ഇപ്പം സമയം കുറേ ആയി, ഒരുത്തൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് കഴിക്കാൻ പറഞ്ഞിട്ട് അവൻ ഇത് വേണ്ട. അപ്പം ഞാൻ പിന്നെ ഇച്ചിരി കോൺഫ്ലെക്സ് പോളി എന്തോ ചേർക്കാനാണെന്നറിയത്തില്ല, ഇത് ഞാനൊരു ദിവസം കൊടുത്തിട്ട് അവനത് വേണ്ട. അല്ലാതെ അവൻ ചിലപ്പോൾ ഇങ്ങനെ പാലൊഴിക്കാതെ ഇങ്ങനെ പറക്കി തിന്നും, അല്ലാതെ അവൻ ഉണ്ടാക്കി കൊടുത്തിട്ട് വേണ്ട. ഇതിന് ഷുഗറൊന്നും ചേർക്കുകയേ വേണ്ട, ഹണിയും നല്ല മധുരമുള്ളത് കൊണ്ട്. അപ്പം ഞാൻ ഇവനെടുത്തിട്ട് പിന്നെ ഓർത്തത് വേറൊരു പാത്രത്തിലാക്കി കൊടുത്ത്. അപ്പോൾ ഇവനത് ഇഷ്ടമാണ്. അപ്പം ഞാൻ അവന് ഇത് എടുത്ത്, അതിൻ്റെ ഇടയ്ക്ക് ആ ബദാമൊക്കെ ഉള്ളത് വലിയവന് ഇഷ്ടമല്ല. ഞാൻ അന്നേരം പറയടാ, എന്നാൽ നീ രാവിലെ പിന്നെ ക്ലാസ്സിന് പോകുന്നതല്ലേ, ഇത് കുടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞാൽ അവൻ പറയാം എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയാം. എന്തോ പിള്ളേരാന്ന് എനിക്കറിയത്തില്ല. കൊച്ചത് പിന്നെ കുടിച്ചോളും, തിന്നോളും. പിന്നെ അവനത് കഴിക്കാൻ ഇപ്പം ഇതിങ്ങനെ പിള്ളേർ കഴിക്കുവാണെങ്കിൽ ആ ഒരു ഗ്ലാസ് പാലും അങ്ങ് അകത്ത് ചെല്ലും. അപ്പോൾ അവർക്ക് ഈ പ്ലെയിൻ പാല് കുടിക്കാൻ ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പോളിനെ നിർബന്ധിച്ച് എടാ അതങ്ങ് കഴിക്കാമെന്ന് പറയുന്നത്. അവൻ കഴിക്കത്തില്ല. അന്ന് ആദ്യത്തെ ദിവസം അവനില്ലേ മറ്റേ ഞാൻ പറഞ്ഞില്ലേ സീഡുകളുള്ള അതുകൂടെ മിക്സ് ചെയ്യാൻ പറഞ്ഞു. എടാ ഇത് മിക്സ് ചെയ്യാതെ ഇത് മാത്രം കഴിച്ച് നോക്ക്. വേണ്ടെന്ന് പറഞ്ഞ് തറ തട്ടേ അങ്ങ് നിൽക്കുക. അവന് കുറച്ച് മാഗിയും പാസ്തയും കൊടുക്കാമോ അവന് സുഖം. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. എനിക്ക് മെയിനായിട്ട് ആ ഉലുവായില കഴുകുന്ന പരിപാടിയാണ്. അതിൻ്റെ മൂട്ടിൽ വേരോട് കൂടിയാവുന്നത്. ഇന്നലെ രാത്രിയിൽ ഞാൻ ആ വേരെല്ലാം നന്നായി കഴുകി ആ മണ്ണെല്ലാം കളഞ്ഞായിരുന്നു. ഞാൻ ചിന്തിച്ച് ഉരുളിയിലോട്ടൊന്ന് കഴുകിയിട്ട് ആദ്യം ഉരുളിയിലിടാമെന്ന് ചിന്തിച്ച്, പിന്നെ പക്ഷേ ഉരുളിയിലും പറ്റിയില്ല. പിന്നെ ഞാൻ ബേസൻ എടുത്ത് ഇത് കഴുകുന്തോറും ഇത് മണ്ണാങ്ങ്. നമ്മുടെ നാട്ടിലൊക്കെ ചീരയൊക്കെ കൃഷി ചെയ്യുവാണെങ്കിൽ നമ്മുടെ അയ്യത്തെ കൃഷിയാണ്, അതിൻ്റെ അകത്തൊന്നും അധികം പന്ന വെള്ളമൊന്നും നമ്മൾ ഒഴിക്കത്തില്ലല്ലേ. ഇവിടെയൊക്കെ എന്ന് പറയുന്നത് ഈ ചാലുകളിലുള്ള പന്ന വെള്ളമൊക്കെയാണ് ഇവരൊഴിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ശരീരത്തിന് ഗുണമാണേലും ഇത് പരിപാടി ഇത് പക്ഷേ നല്ല കിളുന്തും അല്ലായിരുന്നു. ഇപ്പം അതിൻ്റെ സീസൺ അല്ല. റീച്ചാൻ അത് കണ്ടതുകൊണ്ട് അങ്ങ് വാങ്ങിച്ചാൽ നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ അത് നമ്മളത് ഇളക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് അതിൻ്റെ ആ തണ്ടുണ്ടല്ലേ നല്ല കട്ടിയുള്ള തണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇത് ചിരിക്കുമല്ലേ, ഒരു മണിക്കൂറിൽ കൂടുതൽ എനിക്ക് സമയം എടുത്ത് ഇതെല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വന്നപ്പോഴത്തേന് 6 പ്രാവശ്യം കഴുകി പിന്നെ ഇത് ഇട്ടേക്കുക. കഴുകുന്നതെന്ന് വെച്ചാൽ അടിയിൽ ഇങ്ങനെ കഴുകും തോറും മണ്ണ് വരും. ആ മണ്ണ് പോകുന്നിടം വരെ ഇനി ഒന്നുകൂടി ഇതെല്ലാം എനിക്ക് ഇങ്ങനെയുള്ള ഇവിടെ ഒക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ എടുക്കണം. അതവിടെ കിടക്കട്ടെ വെള്ളത്തിൽ. അപ്പോഴത്തേക്കിന് സാമ്പാർ കഷ്ണങ്ങളൊന്ന് കഴുകി അതും വെള്ളത്തിൽ ഇടട്ടെ. അപ്പം അനു അല്ലാത്തത് കൊണ്ട് മറ്റൊരു ഈ വരുന്നൊരു 12 ആകുമ്പോഴത്തേനൊക്കെ എത്തും. അപ്പം ആ സമയത്ത് പിന്നെ കൂടെ നടക്കണം. പച്ചക്കറി അരിയാൻ പോകുന്ന നേരം കൊണ്ടേ പുളി ഇച്ചിരി എടുത്ത് വെള്ളത്തിൽ ഇടട്ടെ സാമ്പാറിനെ. അപ്പോഴത്തേക്കും അതവിടെ കിടന്ന് കുതിർന്ന് കിടക്കും. തുണിയും കൂടെ വാഷിങ്ങിന് ഇട്ടിട്ട് പോയി ഇത് അരിയാം. അപ്പോഴത്തേക്കിന് തുണിയും കിടന്നായിക്കോളുമല്ലേ. അന്ന് ഈ ബായിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഇവർ മറാഠി പറയുന്നതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായിരുന്നു. ഇപ്പം 1-2 പേര് പറഞ്ഞ് പിന്നെ പ്രൈസമ്മോനെ പഠിപ്പിക്കാൻ നേരം അങ്ങ് പഠിച്ചാൽ മതിയെന്ന്. പിന്നെ പറഞ്ഞ് പ്രൈസമ്മോൻ്റെ ഇതൊക്കെ എടുത്ത് റീഡ് ചെയ്താൽ മതി. എനിക്ക് റീഡ് ചെയ്യാനും കുറച്ചൊക്കെ കൊത്തി പറയാൻ നമുക്ക് എങ്ങനെയും പിടിച്ച് നിൽക്കാൻ പറ്റും മറാഠി. പക്ഷേങ്കിൽ ഇവരെന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു 10-15 ദിവസമേ ആയുള്ളൂ. കൊട്ടും മറാഠി എന്ന് വെച്ചാൽ കട്ടും മറാഠി അത്രയ്ക്കുള്ള ഇല്ല. ഒരു നല്ല ഈണത്തിലാണ് അവർ കൂടുതലൊന്നും സംസാരിക്കത്തില്ല. അവരുടെ ആ കൊണ്ടുവന്നില്ലേ ഒരു സ്ത്രീ, അവരുടെ അടുത്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടെ. ഇവിടെ വരുന്ന ഉടനെ അവർ ഒന്ന് മൂളി ഇങ്ങനെ നമ്മളെ ആംഗ്യം കാണിച്ച് വിളിക്കത്തക്കേ ഉള്ളൂ, അല്ലാതെ സംസാരിച്ചൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല. കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ പറയാനൊക്കെ മീൻസ് ഈ കൊച്ചിൻ്റെ അടുത്തൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചോദിക്കത്തില്ലേ, അതൊക്കെ മനസ്സിലാവും. പക്ഷേ ഇതൊട്ടും അങ്ങോട്ടും മനസ്സിലായില്ല.
അപ്പോൾ ഇന്ന് പറഞ്ഞിട്ട് പോയി. എനിക്കത് പറയുന്നതൊക്കെ മനസ്സിലാവും. നാളെ 10 ബജെ എന്നുള്ളതിന് ദാവജെ പറന്ത് ഏത്തേന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് ഈ അക്കറവാജിലെ 11 മണിക്ക് വാ, കാരണം അവരുടെ കൂടെ ഉള്ള അവർ നാളെ വരുന്നില്ല. അപ്പോൾ ഇവർ തന്നെ ആയതുകൊണ്ട് രാവിലെ അങ്ങ് ചെയ്തിട്ട് പോകാമെന്ന്. സാധാരണ ഒരു 12-1 മണിയാകുമ്പോഴാണ് വരുന്നത്. അപ്പം അങ്ങനെ ഇന്ന് പറഞ്ഞിട്ട് പോയി. സാമ്പാറൊക്കെ പൊടികളെല്ലാം കൂടെ ചേർത്ത് ഞാൻ അടപ്പത്ത് വെച്ച് അത് വിസിലടിച്ച് റെഡിയായി വന്നുണ്ടേ. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും പിന്നെ കടുകൂടെ വറുത്ത് ചേർത്താൽ മതി. അന്നേരം നമ്മുടെ കായപ്പൊടിയും ചേർക്കാം. അപ്പം നമ്മുടെ ആ ഇല ഞാൻ കുറേ സമയം എടുത്ത് അതിൻ്റെ തണ്ടെല്ലാം ഞാൻ പറഞ്ഞ ഇച്ചിരി മുറ്റിയതായിരുന്നെന്ന്. അപ്പോൾ ആ തണ്ടെല്ലാം കളഞ്ഞ് ആ മുറ്റിയ തണ്ട് ചേർക്കുവാണെങ്കിൽ കയ്ക്കും കൂടുതൽ കയ്പ്പായിരിക്കും. അപ്പോൾ ആ കിളുന്ന വശം മാത്രം എടുത്തിട്ട് തണ്ട് തന്നെ ഉള്ളായിരുന്നു കൂടുതലും എല്ലാം അരിഞ്ഞെടുത്ത്. അപ്പം ഇതിനിച്ചിരി തേങ്ങയും സവാളയൊക്കെ കൂടുതൽ വേണം, അല്ലെങ്കിൽ ആ ഒരു കയ്പ്പുണ്ടല്ലോ. എനിക്ക് ആ ഒരു ഊറക്കയ്പ്പ് ഇഷ്ടമാണ്, പക്ഷേ പാവയ്ക്ക് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇച്ചിരി ജീരകവും കടുകും ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട്. ഞാനൊരു 3 സവാള എടുത്തരിഞ്ഞു 3 എണ്ണം ചേർത്തു. എന്നാലേ ഇതിപ്പം മുറ്റിയതുകൂടെ ആയതുകൊണ്ട് ഇച്ചിരി കയ്പ്പ് കാണും. കിളുന്നാണെങ്കിൽ അത്രയും കയ്പ്പൊന്നും വരത്തില്ല. പക്ഷേ അതുകൂടെ ആയതുകൊണ്ട് നല്ല ഒരു തേങ്ങ ചേർത്താൽ കൊള്ളാം. തേങ്ങ എനിക്ക് ഇത്തിരി കുറവായിരുന്നു, പൊട്ടിച്ചതില്ലായിരുന്നു. പിന്നെ ഇനി അടുത്ത് പൊട്ടിക്കാനൊന്നും പോകുന്നില്ല. ഇത് തന്നെ അരിഞ്ഞു വന്നിട്ട് കുറേ സമയമായി. അപ്പം മെനക്കേടായത് പിന്നെ തേങ്ങയും കൂടെ എടുക്കാൻ. അപ്പോൾ സവാളയും കൂടെ ഇട്ടൊന്ന് വഴറ്റി പിന്നെ ഇത് തേങ്ങയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതിട്ടിട്ട് ആദ്യം ഇളക്കത്തില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ ഇളക്കത്തുള്ളൂ. ഞാൻ ഈ ഇല ആയതുകൊണ്ട് ഇച്ചിരി നന്നായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ്. ചപ്പാത്തിക്ക് നല്ലൊരു കൂട്ടാനായത്. ഇവിടെ നേരത്തെ പോൾ കഴിക്കത്തില്ലായിരുന്നു, ഇപ്പം അവൻ കഴിക്കും. കൊച്ചന് പിന്നെ ഇതും വേണ്ട. ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ്. റീച്ചാനാന്നേലും ചപ്പാത്തിയോട് കൂടി ഇത് ഭയങ്കര ഇഷ്ടമാണ്. പോൾ എന്നോട് കുറച്ച് നാൾ മുമ്പിട്ടേ പറഞ്ഞ അവൻ ഈ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത നമുക്ക് ഈ ഉടുപ്പി സ്റ്റൈലല്ല, അതുപോലുള്ള ഇച്ചിരി മധുരമുള്ള സാമ്പാർ വെക്കുന്ന ഇഡലിക്കും ദോശയ്ക്കും. സാധാരണ ഞാൻ സാമ്പാർ വെച്ചാൽ പിറ്റേ ദിവസം ദോശ ഇഡലിയും ഉണ്ടാക്കും. അപ്പം ഈ ഇച്ചിരി മത്തങ്ങ ഇരിപ്പുണ്ട്. ഞാൻ അതുകൊണ്ട് സാമ്പാറിന് അധികം മത്തങ്ങ എടുത്തില്ല. ആ മത്തങ്ങ മാത്രം ഇട്ട് അവന് പറഞ്ഞതുപോലെ അമ്മമാരെല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളോടെല്ലാം അവർക്ക് പറയാൻ പറ്റൂ. ചെയ്യാമെന്നും പറഞ്ഞിരിക്കുക, അതുണ്ടാക്കാമെന്നും പറഞ്ഞു. അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ ചെയ്യുമെന്ന്. അതിനിയും ചെയ്യാമെന്ന് വെച്ച് മത്തങ്ങ അതുകൊണ്ട് ഇച്ചിരി കുറവാണ് എടുത്തത്. സാധാരണ സാമ്പാറിൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുമ്പോൾ മുരിങ്ങയ്ക്കയും വഴുതനങ്ങയും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പക്ഷേ മത്തങ്ങയും പരിപ്പും മാത്രം ഇട്ട് വെക്കും. പിന്നെ ഉടുപ്പി സ്റ്റൈലിലാണെങ്കിൽ അവർ മുളകും മല്ലിയൊക്കെ വറുത്താണ് ചേർക്കുന്നത്. ഞാനതും ചെയ്യുന്നില്ല. നമ്മുടെ സാധാരണ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്താണ് ചെയ്യാമെന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ. അപ്പം ഞാൻ ഈ കപ്പലണ്ടി ഉണ്ടല്ലേ, കവറായിട്ടുള്ള 2 കപ്പലണ്ടി നമ്മുടെ ക്യാഷ്നട്ട് മീൻസ് ഗ്രൗണ്ട്നട്ട് വാങ്ങിച്ചായിരുന്നു. ആ കപ്പലണ്ടിയിൽ ഒരെണ്ണം ഞാൻ അന്ന് എടുത്ത് തീർന്നു. പിന്നെ ബാക്കി ഇങ്ങനെ ഇരുന്നത് കൊണ്ട് ഞാനത് ഈ കഴിഞ്ഞ ദിവസം എടുത്ത ഉടനെ പാക്കറ്റ് പൊട്ടിച്ചതൊന്നുമില്ല. അതിൻ്റെ അകത്ത് ആ കപ്പലണ്ടിക്കകത്ത് ഇച്ചിരി നമ്മൾ ഈ പൂപ്പലെന്ന് പറയത്തില്ലേ, പൂപ്പൽ പോലെ. അപ്പോൾ ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചതെന്ന് പറഞ്ഞ് ഇതിപ്പം കടകളി ഇത് തന്നെ അവർ ഇങ്ങനെ വെച്ചേക്കുവാന്ന് വെച്ചോ. നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ അത് പൂക്കത്തില്ല. പക്ഷെ നമ്മൾ വീടുകളിൽ കൊണ്ടുവന്നാൽ എന്താ ഇത് പൂക്കുന്നേ? പിന്നെ ഞാനത് കഴുകി, ഇത്രയും പിന്നെ വില കൊടുത്ത് വാങ്ങിച്ച സാധനമല്ല, പിന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഇങ്ങനെ ബാൽക്കണിയിൽ വെച്ച് അതൊന്ന് ഉണങ്ങിയിട്ട് പിന്നെ ഞാൻ ഇത് ഇച്ചിരി ഒന്ന് ചൂടാക്കി വറുത്തേ വെക്കാന്ന്. അപ്പോൾ അത് പന്നലാവത്തില്ലല്ലോ എന്ന്. അതുപോലെ പിന്നെ അരിക്കകത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഗ്രാമ്പുവോ അങ്ങനെ വല്ലതും ഇട്ടാൽ ഈ കീട വരുമല്ലോ അരിക്കകത്ത്. അതുപോലെ നമ്മുടെ ചെറുപയറൊക്കെ കുപ്പിയിലിടുമ്പോഴേ ചില സമയത്ത് ഇങ്ങനെ ഈ ഒരു സൈസ് പ്രാണി പോലെ വരും. അതൊക്കെ മാറാൻ എന്തോ ചെയ്യണമെന്നുള്ളത് ഒന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ. എനിക്ക് നമ്മളിപ്പോൾ റവയൊക്കെ ആണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഉടനെ പാക്കറ്റാണെങ്കിലും ഉടനെ ഞാൻ റവയൊന്ന് വറുത്ത് വെക്കും. അല്ലാതെ പച്ചയോടെ ഞാൻ അങ്ങനെ റവയും വെക്കാറില്ല. അതിലും കീടം ഇങ്ങനെ കയറും.
അങ്ങനെ വറുത്ത് വെക്കാൻ പറ്റുന്നത് ഞാൻ അങ്ങനെ വെക്കും. ഇനിയിപ്പോൾ കപ്പലണ്ടി ഇങ്ങനെ കൊണ്ടുവന്നുടനെ ഞാൻ ചിന്തിച്ച് ഇനിയും കൊണ്ടുവരുന്ന ഉടനെ ഇങ്ങനെ അങ്ങ് വറുത്ത് വെക്കാം, നല്ല പച്ചക്കായിട്ട് വെക്കുന്ന ഉടനെ. ഇത് ഞാൻ പൊട്ടിച്ചില്ലായിരുന്നു, ആ കവർ അന്നേരം ഞാൻ കവറിൻ്റെ അകത്ത് ഇങ്ങനെ പൊട്ടിക്കാൻ എടുത്തപ്പോഴാണ് അകത്ത് തന്നെ ഇത് കണ്ടത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. സാധാരണ നമ്മളിപ്പോൾ ഡിമാർട്ടിലൊക്കെ ആണെങ്കിൽ എത്രയോ നാളിങ്ങനെ ഇരിക്കുന്നതാണ്. അതും പിന്നെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എന്താ ഇങ്ങനെ ആവുന്നതെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇതൊന്ന് കഴുകിയപ്പോൾ അതങ്ങ് മാറി കേട്ടോ. നന്നായി ഞെവിടി ഞാൻ 2 പ്രാവശ്യം കഴുകിയിട്ട് ഇങ്ങനെ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി ആ വെള്ളമയം മാറിയതിന് ശേഷം ഇങ്ങനെ വറുത്തെടുത്ത് ഫ്രിഡ്ജിലും പൊട്ട ഡബ്ബയിലിട്ട് വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, ഈ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതാണ്. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.